കവിതയുടെ സഞ്ചാര വഴിയിൽ എന്നെ സഹായിച്ച അനേക മനുഷ്യരുണ്ട്. വലിയ എഴുത്തുകാർ മുതൽ സാധാരണ രീതിയിലുള്ള കാവ്യസഞ്ചാരം നടത്തുന്ന എഴുത്തുകാർ വരെ അവരുടേതായ സംഭാവനകളും അവരുടേതായ നിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ എൻ്റെ എഴുത്ത് ജീവിതത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് ഞാൻ എഴുതി തുടങ്ങുന്ന ഘട്ടത്തിൽ പത്തനാപുരം ടൗണിൽ സാംസ്കാരിക പരിപാടികളിലൊക്കെ കേൾവിക്കാരനായി എത്തുമ്പോൾ അക്കാലത്ത് ഞാൻ ചില എഴുത്തുകാരെയൊക്കെ എൻ്റെ ചില സൃഷ്ടികൾ കാണിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് എൻ്റെ കവിതയെ ശ്രദ്ധിക്കുകയും അതിന് ചില അഭിപ്രായങ്ങൾ പറയുകയും ചെറിയ തോതിൽ തിരുത്തൽ ഒക്കെ നടത്തി എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു കവിയാണ് ശ്രീ പി കെ ഗോപി സാറ് എൻ്റെ കവിതകൾ ആദ്യകാലം മുതൽ ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹം ഗാനരചയിതാവ്, ചലച്ചിത്ര ഗാനരചയിതാവാണ്, അതുപോലെ അറിയപ്പെടുന്ന കവിയാണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് പത്തനാപുരത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തെ പല സന്ദർഭങ്ങളിൽ കാണുകയും പുതിയതൊന്നും എഴുതിയിട്ടില്ലേ എന്ന് ചോദിക്കുകയും എഴുതിയ ചിലത് അദ്ദേഹത്തെ കാണിക്കുകയും അതിന് വാക്ക് ഇങ്ങനെ മാറ്റിയാൽ കൊള്ളാം, അത്തരം നിർദ്ദേശങ്ങളൊക്കെ തരികയും അങ്ങനെ ഒരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു എഴുത്തുകാരൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എൻ്റെ എഴുത്തിന് പ്രയോജനപ്പെട്ടു. പിന്നെയും കവിതാ അന്വേഷണങ്ങൾ കുറച്ചുകൂടെ പോയി സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ കാവ്യ ജീവിതത്തിൻ്റെ ആ ഒരു അലയൊലി കേട്ടുകൊണ്ട് തന്നെ ഞാൻ മുമ്പോട്ട് പോയി. പിന്നെ ഔദ്യോഗിക മേഖലയിൽ എത്തുമ്പോഴാണ് കാവ്യജീവിതം കുറച്ചുകൂടെ പ്രഫുല്ലമാകുന്നത്. കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ 1987 ഞാൻ ജോലിക്ക് എത്തുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അന്തരീക്ഷം പൊതുവിൽ വളരെ നല്ല, എഴുത്തിന് ഏറ്റവും പറ്റിയ അന്തരീക്ഷം ആയിരുന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അക്കാലത്ത് ഉണ്ടായിരുന്നത്. അന്നത്തെ വൈസ് ചാൻസലർ, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് വൈസ് ചാൻസലർ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ UR അനന്തമൂർത്തി. അദ്ദേഹം കർണാടക സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കിയ കൃതികൾ, സംസ്കാര പോലുള്ള കൃതികൾ, അതൊക്കെ സിനിമയാകുകയും പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡൽ കിട്ടുകയൊക്കെ ചെയ്ത വർക്കാണ്. അപ്പോൾ അനന്തമൂർത്തിയായിരുന്നു അന്നത്തെ വൈസ് ചാൻസലർ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുക തന്നെ ഒരു കാവ്യാനുഭൂതിയാണ്. വളരെ പൊയറ്റിക്കായ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. എല്ലാത്തിലും ഒരു കാവ്യ തലം ദർശിക്കാനുള്ള കഴിവ് അനന്തമൂർത്തിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാന്നിധ്യം, ഇത്തരം വലിയ ഒരു എഴുത്തുകാരൻ്റെ വളരെ അടുപ്പത്തിലുള്ള ഒരു സാന്നിധ്യം തീർച്ചയായും എഴുത്ത് ജീവിതത്തിൻ്റെ ധന്യതകളിൽ ഒന്നാണ്. പിന്നീട് അനന്തമൂർത്തി തന്നെ അവിടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് സ്ഥാപിക്കുകയും അവിടെ പ്രഗത്ഭരായ മലയാളത്തിലെ വളരെ ശ്രദ്ധേയരായ എഴുത്തുകാരെത്തുകയും ചെയ്തു. അത് നരേന്ദ്രപ്രസാദ് എന്ന എഴുത്തുകാരൻ അക്കാലത്ത് മലയാള സാഹിത്യത്തിൽ നിറഞ്ഞു നിന്ന എഴുത്തുകാരനാണ്. അതുപോലെ D. വിനയചന്ദ്രൻ എന്ന വിഖ്യാത കവി, തുടർന്ന് P. ബാലചന്ദ്രൻ എന്ന നാടകകൃത്ത്. അപ്പോൾ അതുപോലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ ഡയറക്ടർ തന്നെ അറിയപ്പെടുന്ന ഒരു നാടകകർത്താവ് കൂടിയായിരുന്നു അദ്ദേഹം, പ്രൊഫസർ G. ശങ്കരപ്പിള്ള. അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നാണ് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ ഡയറക്ടറായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മഹത് വ്യക്തികളുടെ, എഴുത്തുകാരുടെയൊക്കെ സാന്നിധ്യം, അവരുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം, അത് എഴുത്ത് ജീവിതത്തിന് വലിയ കരുത്താണ് നൽകിയത്. അപ്പോൾ എനിക്ക് ഈ എഴുത്തുകാരെ നേരിട്ട് ആദ്യം പരിചയമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന, സീനിയറായിരുന്ന ശ്രീ VK ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം ഒരു സാഹിത്യ താല്പരനായിരുന്നു. അദ്ദേഹം ഒരു പത്രാധിപരായിട്ടൊക്കെ കുറച്ച് നാൾ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ VK ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ സംക്രമണം എന്ന് പറയുന്ന പ്രസിദ്ധീകരണ കാലത്തെ വളരെ ശ്രദ്ധേയമായ വർക്കുകളിലൊന്നായിരുന്നു, പ്രസിദ്ധീകരണങ്ങളിലൊന്നായിരുന്നു. അപ്പോൾ ആ VK ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള സൗഹൃദം അദ്ദേഹം വിനയേന്ദ്രൻ സാറിലേക്കും അതുപോലെ നരേന്ദ്രപ്രസാദിലേക്കും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ വൈകുന്നേരങ്ങളിലും ഒഴിവ് വേളകളിലുമൊക്കെ ഈ എഴുത്തുകാരുമായിട്ടുള്ള വളരെ അടുപ്പത്തിലുള്ള സമ്പർക്കം എഴുത്തിൻ്റെ പുതിയ പുതിയ മാനങ്ങൾ നമ്മളിൽ കണ്ടെത്താൻ പ്രേരണ നൽകി. വിനയേന്ദ്രൻ സാറുമായിട്ട് പിന്നീട് ഒരു 10-20 വർഷത്തോളം നിരന്തരമായ ഒരു
സമ്പർക്കമുണ്ടായിരുന്നു. അദ്ദേഹത്തെ വളരെ അടുത്ത് നിന്ന് അദ്ദേഹത്തിലെ കവിയെയും അദ്ദേഹത്തിലെ വ്യക്തിയെയും ഒക്കെ വളരെ അടുത്ത് നിന്ന് എനിക്ക് കാണാനുള്ള ഒരവസരം ആയിരുന്നു അത്. അദ്ദേഹത്തിന് എന്നെയും ആ രീതിയിൽ അദ്ദേഹം കണ്ടിരുന്നു. അപ്പം എൻ്റെ രചനകൾ ഏത് രചനയും ഞാൻ അദ്ദേഹത്തെ കാണിക്കുകയും അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ തരികയും അത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അത് തിരുത്തി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ എഴുത്ത് ജീവിതത്തെ വളരെ സ്വാധീനിച്ച ഒരു കവിയാണ്. അന്ന് തന്നെ അദ്ദേഹം വളരെ അറിയപ്പെടുന്നൊരു കവിയാണ്. അക്കാലത്ത് തന്നെ മലയാളത്തിൽ വളരെ ശ്രദ്ധേയനായ കവിയായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള വ്യക്തിബന്ധം എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു. പുതിയ കവിതയുടെ വഴി എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. അദ്ദേഹവുമായിട്ടുള്ള ഒന്നിച്ചുള്ള യാത്രകൾ, ചില ക്ഷേത്രകലകളെ കാണാനുള്ള ഒന്നിച്ചുള്ള സഞ്ചാരങ്ങളൊക്കെ നല്ല ഓർമ്മകളാണ്. അപ്പോൾ 10-20 വർഷത്തോളം ആ സൗഹൃദം നീണ്ടു നിന്നു. അദ്ദേഹത്തെ കാണാൻ വരുന്ന എഴുത്തുകാരൊക്കെ ചിലപ്പോൾ അവരുമായിട്ടൊക്കെ എനിക്കും കൂടെ ഒരു ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൈവന്നു. അന്ന് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ അല്ലെ MG യൂണിവേഴ്സിറ്റിയിലെ ബഷീർ ചെയറിൽ ആയിട്ട് ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന കവി ജയന്ത് മഹാപാത്രയായിരുന്നു. ജയന്ത് മഹാപാത്രയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് വിനീന്ദ്ര സാറാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഈ ജയന്ത് മഹാപാത്രയായിട്ട് ഒന്നിച്ച് 1-2 കവിയരങ്ങുകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരവും അന്ന് ഭാഗ്യവശാൽ ഉണ്ടായി. അപ്പോൾ അത്തരം എഴുത്തുകാർ, വലിയ വലിയ കവി മനസ്സുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അടുത്തറിയാൻ പറ്റി. വിനയ് സാറ് ഈ 10-20 വർഷം അദ്ദേഹം കോട്ടയം വിട്ട് പോയെങ്കിലും അദ്ദേഹമായിട്ട് ഡെയിലി ഫോൺ സംഭാഷണത്തിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്ഷേമം അന്വേഷിച്ച് അവസാനം അദ്ദേഹം 2013 ഫെബ്രുവരി 11 അദ്ദേഹം ഈ ലോകം വിട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത് വലിയൊരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വ്യക്തി ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു അടുപ്പവും സ്നേഹവും ആ ഒരു സമ്പർക്കവും എല്ലാം വളരെ തീരാത്ത ഒരു വേദന സൃഷ്ടിക്കുകയും അതൊരു കവിതയായിട്ട് എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വരികയും ചെയ്തു. ഞാൻ പിന്നീട് ആ നഷ്ടത്തെക്കുറിച്ച് എഴുതി. എവിടെ എൻ കവി വനപ്പച്ചയിൽ നിന്ന് എവിടെയോ മറഞ്ഞുപോയി. അപ്പോൾ ആ ഒരു കവി, അദ്ദേഹം വനസഞ്ചാരിയായിരുന്നു, കടലിനെ സ്നേഹിച്ച ആളായിരുന്നു. അപ്പോൾ അത്തരം ആ കവിയെക്കുറിച്ച് അനുസ്മരിക്കുന്ന ഒരു കവടിയിൽ ഭൂതപ്രപഞ്ചങ്ങൾ സകലതും വായിച്ചെടുത്തു നടന്നവൻ. അപ്പോൾ കവിയുടെ ആ ഒരു വ്യക്തിസത്ത മുഴുവൻ നമുക്ക് തിരിച്ചറിയുന്ന രീതിയിൽ 10-20 വർഷം കൊണ്ട് അത് തിരിച്ചറിയുന്ന രീതിയിൽ നമുക്ക് അത്തരം ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കവിതയെയും മെച്ചപ്പെടുത്തി. അതുപോലെ പുതിയ കവിതയുടെ പുതിയ എഴുത്തുകാരെ, ശ്രദ്ധേയരായിട്ടുള്ള എഴുത്തുകാരെ അദ്ദേഹം നിരീക്ഷിക്കുകയും അവരെക്കുറിച്ച് എന്നോട് പറയുകയും അവരുടെ വർക്കുകളൊക്കെ വായിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായും അദ്ദേഹം എൻ്റെ കാവ്യ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു സ്വാധീനമാണ് ചെലുത്തിയത്. പിന്നീടും അതിൻ്റെ ഇടയ്ക്കുമൊക്കെ പല കവികളുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കാവേരി എന്ന് പറയുന്ന കവിത ഞാൻ ONVക്ക് എൻ്റെ രചന, ആ കവിതയുടെ ഒരു സംഗീതത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ കവിതയാണ്. കാവേരി നദിയിൽ തിരുവയ്യാറിൽ ത്യാഗരാജ സ്വാമികൾ ജീവിച്ചിരുന്ന തിരുമഞ്ജന വീതിയിൽ ഒരു ദിവസം പ്രഭാതത്തിലെത്തുകയും ത്യാഗരാജ സ്വാമികളുടെ ആ സ്മാരകത്തിനടുത്ത് നിന്ന് കാവേരി നദി പ്രഭാതത്തിൽ കാണുകയാണ്. അപ്പോൾ ആ മഞ്ഞലകളും ആ കുഞ്ഞോളങ്ങളും ഒക്കെ കണ്ടപ്പോൾ എന്തോ പഴയ സ്മരണകളൊക്കെ മനസ്സിൽ ഉണ്ടാകുകയും അതൊരു കവിതയായിട്ട് രൂപപ്പെടുകയും ചെയ്തു. മുന്നിലൊഴുകുന്നു കാവേരി നീരുപോൽ കല്ലായി മണലായി തരിയായി സുഹൃതമായി തുള്ളും തിരകളായി കാണാക്കയങ്ങളായി മണ്ണുന്തരങ്ങളായി പോകുന്ന അനന്തമായി. അപ്പോൾ അങ്ങനെ കാവേരിയെ ചിത്രീകരിക്കുകയാണ്. നാദസ്വരൂപിണി കാവേരി കാൺമുനീ രാഗങ്ങൾ മൂളുന്ന നെൽവയലേലകൾ
ശീർഗാഴി പാപനാശങ്ങൾ പെരുമകൾ തഞ്ചവൂരഞ്ചും ശിലകളും പൂക്കളും. ആദിമ ചൈതന്യവാഹിനി കാമിനി കാലങ്ങൾ തോറും നിറഞ്ഞു നീ സത്യമായി. സൂര്യാന്വയങ്ങളും ചന്ദ്രാന്വയങ്ങളും സാക്ഷ്യം വകുപ്പു നീ ചാക്രിക ചാരിണി. അങ്ങനെ ഒരു സംഗീതാത്മകതയിൽ വളരെ നവകാൽപ്പനിക തലങ്ങളിൽ എഴുതപ്പെട്ട ഈ കവിത ഞാൻ ONVക്ക് ഒന്ന് അയച്ചു കൊടുത്തു. അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കലാമണ്ഡലത്തിൻ്റെ ഒരു ലെറ്റർ ഹെഡിൽ എനിക്ക് അതിന് ഒരു മറുപടി അയച്ചു തന്നു. അപ്പോൾ ആ കവിതയെ അദ്ദേഹം നല്ല രീതിയിൽ ഉൾക്കൊള്ളുകയും ആ കവിതയുടെ എല്ലാ രചനാ രീതിയെയും പ്രശംസിക്കുകയും അവസാനം അദ്ദേഹം ഇങ്ങനെ ആ കത്തിൽ എഴുതിയ, സുഹൃത്തെ, നിങ്ങൾക്ക് സ്വച്ഛ നിർമ്മലമായ വാസനയുണ്ട്. ഒരു മലയാളത്തിൽ ഏറ്റവും ശ്രദ്ധേയരായ കവികളിൽ ഒരാൾ ആ പറഞ്ഞ അഭിപ്രായം തീർച്ചയായും എൻ്റെ ആത്മവിശ്വാസത്തെ, എഴുത്തിലുള്ള എൻ്റെ വിശ്വാസത്തെ കൂട്ടുകയും അത് എന്നെ കൂടുതൽ ദൂരങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പല കവികളും, ഈ കടമ്മനിട്ട രാമകൃഷ്ണനുമായിട്ടും വ്യക്തിപരമായ അടുപ്പമായിരുന്നു. അദ്ദേഹത്തുമായിട്ട് അടുപ്പം സ്ഥാപിക്കുന്നത് അദ്ദേഹം എൻ്റെ ഒരു കുട്ടികളുടെ നോവൽ ഉണ്ണിക്കുട്ടനും ചങ്ങലസ്വാമി, പെൻ ബുക്സ് പ്രസിദ്ധീകരിച്ച ഉണ്ണിക്കുട്ടനും ചങ്ങലസ്വാമി എന്ന പുസ്തകം പ്രകാശനം ചെയ്യുവാൻ കമുകഞ്ചേരിയിലെ വളരെ ഒരു സാംസ്കാരിക നിലയമായ ഗാന്ധി മെമ്മോറിയൽ ലൈബ്രറിയിൽ എത്തി. അന്ന് അദ്ദേഹം ഈ ലൈബ്രറി കൗൺസിൽ പ്രസിഡൻ്റായിരുന്നു. ലൈബ്രറി കൗൺസിൽ പ്രസിഡൻറ്റ് MLA ആയിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കാൻ ചെന്നപ്പോൾ എൻ്റെ ബാലസാഹിത്യ കൃതിയും കൂടാതെ എൻ്റെ കുറച്ച് കവിതകളോട് ഞാൻ അദ്ദേഹത്തിന് നൽകി. അപ്പോൾ അദ്ദേഹം ഈ പ്രസംഗ മധ്യേ പറഞ്ഞു, കുറുപ്പിൽ JR കുറുപ്പിൽ ഒരു ബാലസാഹിത്യകാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു ശ്രദ്ധേയനായ കവിയാണ് എന്ന് നമ്മുടെ നാട്ടിൽ വന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അതും എനിക്ക് വളരെ വലിയ ഒരു അനുഭവമായിട്ടാണ് തോന്നിയത്. അപ്പോൾ വലിയ ശ്രദ്ധേയരായിട്ടുള്ള കവികളുടെ നിരീക്ഷണങ്ങൾ, അതും നമുക്ക് അനുകൂലമായ നിരീക്ഷണങ്ങൾ കവിതാ വഴിയിലുള്ള എൻ്റെ മുന്നോട്ട് പോക്കിനെ ഏറെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന K. സച്ചിദാനന്ദൻ മാഷിന് ഞാൻ എൻ്റെ ആദ്യ പുസ്തകം ഇറങ്ങിയപ്പോൾ, അത് കാലസ്ഥലിയിൽ രണ്ടാൾ മാത്രം, ഫേബിയൻ ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ്. OV ഉഷയാണ് എന്നോട് ഈ പുസ്തകം ഫേബിയൻ പ്രസിദ്ധീകരിച്ചത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് ഫേബിയനെ കൊണ്ട് ആ പുസ്തകം എടുപ്പിച്ച് അത് വന്നപ്പോൾ ഞാൻ സച്ചിദാനന്ദൻ മാഷ്, അന്ന് അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറിയാണ്, അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കുകയും ഞാൻ വിചാരിച്ച പല സൃഷ്ടികൾ അദ്ദേഹത്തിന് ചെല്ലുന്നതാണ്, പല പുസ്തകങ്ങളിൽ ചെല്ലും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം നോക്കുന്നെങ്കിൽ നോക്കട്ടെ എന്ന് ഞാൻ കരുതിയുള്ളൂ. പക്ഷേ എനിക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സാഹിത്യ അക്കാദമിയുടെ ഒരു കവർ ലഭിക്കുകയാണ്. അന്ന് ഞാൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. അപ്പോൾ ലൈബ്രറി അഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം എൻ്റെ കവിതകൾ മുഴുവൻ വായിച്ച് കുറച്ച് അഭിപ്രായങ്ങൾ എഴുതി. അദ്ദേഹം പറഞ്ഞത്, ഇതിൽ വളരെ ഒരു പ്രോമിസിങ് പോയറ്റ് ഈ കവിതകളിൽ കാണുന്നുണ്ട്. ചില കവിതകൾ വളരെ ശ്രദ്ധേയമാണെന്നും നാളെ കാലത്ത് കുറച്ചുകൂടെ മലയാളത്തിന് സാഹിത്യപരമായിട്ട് സംഭാവന ചെയ്യാനുള്ള കൽപ്പുണ്ട് എന്നും അദ്ദേഹം ആ എഴുത്തിൽ എഴുതിയിരുന്നു. അപ്പോൾ അതൊരു വലിയ അഭിപ്രായമാണ്. അപ്പോൾ ഇതുപോലുള്ള എഴുത്തുകാരിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള പ്രോത്സാഹനം, ഇതുപോലുള്ള ശ്രദ്ധേയരായിട്ടുള്ള എഴുത്തുകാർ, ഡോക്ടർ K.I. പണിക്കർ, അദ്ദേഹത്തെ എനിക്കൊരിക്കലും മറക്കാനൊക്കില്ല. അദ്ദേഹവുമായിട്ട് ഒരു ആത്മബന്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കേരള കവിതയിലാണ് ആദ്യമായിട്ട് എൻ്റെ കവിത ശ്രദ്ധേയമായ ഒരു നല്ല രീതിയിൽ പ്രസിദ്ധീകരിക്കുന്ന കേരള കവിതയിലാണ്. അപ്പോൾ കേരള കവിത കൊല്ലത്ത് വെച്ച് പ്രകാശനം നടക്കുകയാണ്. അന്ന് ഡോക്ടർ MM ബഷീർ കത്തയച്ചു വരണം. അങ്ങനെ കൊല്ലത്ത് എത്തി പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് ഈ പ്രകാശന ചടങ്ങിൽ പങ്കുകൊണ്ടു. അപ്പോൾ കേരള കവിതയിൽ എഴുതിയിട്ടുള്ള ആളുകൾക്കെല്ലാം കവിത വായിക്കാനുള്ള അവസരമുണ്ട്. അപ്പം ഞാൻ അല്പം സങ്കോചത്തോടൊക്കെ കൂടി തന്നെ സദസ്സിൽ നിൽക്കുകയും
വലിയ വലിയ എഴുത്തുകാരുടെ മുൻപിലേക്ക് എൻ്റെ സർഗസൃഷ്ടി ഞാൻ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ പണിക്കര് സാറ് എന്നെ നോക്കി ചിരിച്ചപ്പോൾ ഞാൻ കുറച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അത് പേരിലൊരു ചേരിയുണ്ടല്ലോ, ആ ചേരി അങ്ങ് പൊളിച്ച് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് എഴുതിയത് JR കുറുപ്പ് കമുകുഞ്ചേരി എന്ന പേരിലായിരുന്നു. അപ്പോൾ ഒരു കവി അതിൻ്റെ അത്തരം ഒരു നിർദ്ദേശം വന്നപ്പോൾ ഞാനത് തള്ളിക്കളഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം എൻ്റെ കവിത കേരള കവിതയിൽ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പുസ്തകം ഇറങ്ങി, ഈ കാലസ്ഥലിയിൽ രണ്ടാൾ മാത്രം. ഞാനത് അദ്ദേഹത്തിന് ഒരു കേരള കവിതയുടെ പ്രകാശന വേളയിലാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. പിറ്റേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ദേശമംഗലം രാമകൃഷ്ണൻ സാർ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, JR കുറുപ്പിൻ്റെ കവിതയാണ് അടുത്ത സംക്രമണത്തിൻ്റെ വേദിയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പണിക്കര് സാർ അതാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഇന്ന ഡേറ്റിൽ വരണം. അതും വലിയൊരു അനുഭവമായിരുന്നു, വലിയൊരു അംഗീകാരമായിട്ടാണ് ഒന്ന്. വളരെ ശ്രദ്ധേയരായിട്ടുള്ള എഴുത്തുകാർക്ക് കിട്ടുന്ന ഒരിടമാണ്. അവിടേക്ക് പണിക്കര് സാർ എന്നെ കൈപിടിച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. തീർച്ചയായും അതും നല്ലൊരു അനുഭവമായിരുന്നു. കവിതയുടെ വിവിധ തലങ്ങളിലേക്ക്, എൻ്റെ എഴുത്തിൻ്റെ വിവിധ വശങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന, അതിൽ തന്നെ പണിക്കര് സാർ ഇന്ന കവിതകൾ അവതരിപ്പിക്കാൻ പറഞ്ഞു. ആ ഒരു കവിത അവതരിപ്പിച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. അങ്ങനെ 2-2.5 മണിക്കൂർ എൻ്റെ മാത്രം ഒരു പുസ്തകത്തെ ബേസ് ചെയ്ത് ഇതുപോലൊരു ചർച്ച നടത്തിയത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവമാണ്.